अस्सलामु अलैकुम वरहमतुल्लाहि तआला वबरकातुहू। കഴിഞ്ഞ ക്ലാസ്സിൽ അദബിന്റെ വിഷയം അഥവായിരുന്നു വ്യാഴാഴ്ച. പക്ഷെ നിങ്ങൾക്ക് വെള്ളിയാഴ്ചയും കൂടി കിട്ടി തമ്രീനെ കംപ്ലീറ്റ് ചെയ്യാലോ എന്ന് കരുതിക്കൊണ്ടാണ് വ്യാഴാഴ്ച അദബിന്റെ സ്ഥാനത്ത് നെഹ്വു എടുത്തത്. അപ്പോൾ ഇന്ന് നെഹ്വുവിന്റെ പീരീഡാണ് യഥാർത്ഥത്തിൽ. പക്ഷെ ഇന്നത്തെ നെഹ്വു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു. അദബ് പെൻഡിങ് ആയ സ്ഥിതിയിൽ ഇന്ന് അദബാക്കിയതാണ്. സാധാരണ ഇങ്ങനത്തെ ടൈം ടേബിൾ എന്താണുണ്ട് അതേപോലെ തന്നെ ഉണ്ടാകും. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പാഠം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നാലാമത്തത് അൽ കീമിയാണ്. കീമിയ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി. മനസ്സിലായോ? കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ രസതന്ത്രം. അപ്പോ നമ്മുടെ ഹെഡിങ്ങിന്റെ പാഠം അൽ കീമിയ. കീമിയ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി. അപ്പോ നമ്മുടെ ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്താന്ന് വെച്ചാൽ, ഒരു നാട്ടില് കീമിയ എന്ന് പറഞ്ഞ ഒരു സാധനത്തിൽ നിന്ന് മറ്റൊരു വസ്തുവിനെ ഉണ്ടാക്കുന്നതാണല്ലോ, പദാർത്ഥങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണല്ലോ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളെ കുറിച്ചും മോളിക്യൂൾസിനെ കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രത്തിന് പറയുന്ന പേരാണ് കെമിസ്ട്രി, രസതന്ത്രം എന്ന്. അപ്പോ ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു നാട്ടില് അല്പം വിദ്യാർത്ഥികൾ ഇരുന്ന് സംസാരിക്കുക. അപ്പോ ഒരു അടുത്തുള്ള പ്രദേശത്ത് അപ്പൊ അവരുടെ അധിക സംസാരങ്ങളും എന്തിനെ കുറിച്ചാണ്? കീമിയയെ കുറിച്ചാണ്. അപ്പോ ഒരുത്തന് പറയാൻ തുടങ്ങി, ഞാനിങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അവര് ഇങ്ങനെ സ്വർണ്ണ ഭൂമി അല്ലെങ്കിൽ വേറെ മറ്റു നാണയങ്ങളൊക്കെ ഉണ്ടാകും, സ്വർണ്ണങ്ങളാക്കി മാറ്റുമെന്നുള്ള ഒരു ചർച്ച. അങ്ങനെ കുട്ടികൾക്കെല്ലാം ആശ്ചര്യമായി. അങ്ങനെ തുടർന്നുള്ള പാഠമാണ് കീമിയയിൽ മുസന്നിഫ് അവറുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ കീമിയ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. കീമിയ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി, രസതന്ത്രം. രസതന്ത്രം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പദാർത്ഥങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തിന്, ഏതെങ്കിലും വസ്തുവിന്റെ പദാർത്ഥങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തിന് പറയുന്ന പേരാണ് എന്ത്? കെമിസ്ട്രി, രസതന്ത്രം. അപ്പൊ ഇവിടെ അൽ കീമിയ, രസവിദ്യ, രസതന്ത്രം. കാനൽ ഔലാദ്, കുട്ടികളായി, യതഹദ്ദസൂന, അവര് സംസാരിക്കുന്നവരായി. കാനൽ ഔലാദു, കുട്ടികളായി, എന്തായി? യതഹദ്ദസൂന, അവര് സംസാരിക്കുന്നവരായി. ഫിൽ ലൈലി, രാത്രിയിൽ കുട്ടികൾ സംസാരിക്കുന്നവരായി. വയതസാമറൂന, സാമറ യതസാമറു, സാമറ യതസാമറു എന്ന് പറഞ്ഞാല് സാമറ യതസാമറു എന്ന് പറഞ്ഞാല് രാക്കഥ പറയുക. രാക്കഥ പറയുക. സാമറ യതസാമറു എന്ന് പറഞ്ഞാല് രാക്കഥ പറയുക. രാത്രി ഇങ്ങനെ കഥ പറയുക, അതാണ് എന്ത്? രാക്കഥ പറയുക. അപ്പോ വകാന അക്സറു, സംസാരവുമായി, വകാന ആയി, അക്സറു അധികമായി, എന്തിന്റെ അധികം? ഹദീസിയും, അവരുടെ സംസാരത്തിന്റെ അധിക ഭാഗവുമായി. എന്തിനെ കുറിച്ചായി? അനിൽ കീമിയ, ഈ രസതന്ത്രത്തെ കുറിച്ചായി. മനസ്സിലായി? കെമിസ്ട്രിയെ കുറിച്ചായിരുന്നു അവരുടെ സംസാരം. വകാന ഇസ്മായിലു, ഇസ്മായിലായി, യഖൂലു, പറയുന്നവനായി. ഇസ്മായിൽ പറയുന്നവനായി. എന്ത്? സമയത്തു, ഞാൻ കേട്ടു, അന്ന ശൈഖൻ, തീർച്ചയായും ഒരു വ്യക്തി. മനസ്സിലായോ? അന്ന ശൈഖൻ, തീർച്ചയായും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വൃദ്ധൻ. മനസ്സിലായോ? വകാന ഇസ്മായിലു, ഇസ്മായിൽ ആയി, യഖൂലു, പറയുന്നവനായി. എന്ത്? സമയത്തു, ഞാൻ കേട്ടു, അന്ന ശൈഖൻ, തീർച്ചയായും ഒരു വൃദ്ധൻ. മനസ്സിലായോ?
ഷെയ്ഖ് വൃദ്ധൻ. വകാന അക്സറു ഹദീസിഹി അനിൽ കീമിയായി. വകാന ഇസ്മായിൽ യഖൂലു, ഇസ്മായിൽ പറയുന്നവനായി എന്ത്? സമിഅതു, ഞാൻ കേട്ടു, അന്ന ഷെയ്ഖൻ, തീർച്ചയായും ഒരു വൃദ്ധൻ, യുഹവ്വിലു, അവൻ മാറ്റുന്നു, ആ വൃദ്ധൻ മാറ്റുന്നു, ഹവ്വല യുഹവ്വിലു, അവന് മാറ്റിമറിക്കുന്നു, അത്തുറാബ, മണ്ണിനെ മാറ്റിമറിക്കുന്നു, എന്തായിട്ട്? റഹബൻ, സ്വർണമായി മണ്ണിനെ മാറ്റിമറിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഷെയ്ഖിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. വയജനലു, അവൻ ആക്കുന്നു എന്ത്? നുകൂദൻ നീക്കലി. മനസ്സിലായോ? നുകൂദൻ നീക്കലി, നീക്കൽ നാണയം. മനസ്സിലായോ? ഒരു തരം നാണയത്തിന് പറയപ്പെടുന്ന പേരാണ് നീക്കൽ. നീക്കൽ നാണയത്തെ ആക്കുന്നു റസാസ്, ഈയം. മനസ്സിലായോ? നീക്കൽ എന്ന് പറഞ്ഞാൽ ഒരു തരം നാണയം, റസാസ് എന്ന് പറഞ്ഞാല് ഈയം. പിന്നെ ഈയത്തിന്റെയും പിന്നെ നീക്കലിന്റെയും ഒക്കെ നാണയത്തെ അവൻ ആക്കുന്നു. എന്താക്കുന്നു? ദീനാർ ദഹബിയത്തൻ. മനസ്സിലായോ? ദഹബിയത്തായ സ്വർണമായ ദീനാറുകളാക്കി അവന് മാറ്റുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ മണ്ണിനെ ആക്കുന്നു, എന്താക്കി മറിക്കുന്നു? റഹബൻ, സ്വർണമാക്കി മറിക്കുന്നു. വയജാലും നുകൂദൻ നീക്കലി, ഒരു നാണയത്തെ അവൻ ആക്കി മാറ്റുന്നു. റസാസി, ഈയത്തിന്റെയും മറ്റു നാണയങ്ങളെയും അവൻ ആക്കി മാറ്റുന്നു. എന്താക്കി മാറ്റുന്നു? അഥവാ ഈയത്തിന്റെയും ചെമ്പിന്റെയും ഒക്കെ നാണയത്തെ അവൻ എന്താക്കി മാറ്റുന്നു? ദീനാറ ദഹബിയത്തൻ, സ്വർണത്തിനാലുള്ള ദീനാറുകളാക്കി, ആ ചെറിയ നാണയങ്ങളെ അവൻ എന്താക്കി മാറ്റുന്നു? സ്വർണത്തിന്റെ നാണയങ്ങളാക്കി മാറ്റുന്നു. ജുനൈഹാത്ത് എന്ന് പറഞ്ഞാല് ഇംഗ്ലണ്ടിലെ പൗണ്ട്. മനസ്സിലായോ? ഇംഗ്ലണ്ടിലെ ഒരു തരം നാണയമാണ്. മനസ്സിലായോ? ജുനൈഹാത്ത്, പൗണ്ട്. പൗണ്ടിനെയും പിന്നെ പൗണ്ടായും പിന്നെ ദീനാറ ദഹബിയത്തൻ, സ്വർണത്തിന്റെ ദീനാറുകളാക്കി ഈ എന്തിനൊക്കെ? നീക്കല്, റസാസിന്റെ നാണയങ്ങളെയൊക്കെ അവന് സ്വർണത്തിന്റെ നാണയങ്ങളാക്കി മാറ്റുന്നു. അങ്ങനെയുള്ള ഒരു ഒരു വൃദ്ധനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു? ഇസ്മായിൽ പറഞ്ഞു. ഇസ്മായിലിനെ യാഥാർത്ഥ്യമായി സത്യമാക്കി, അവൻ പറഞ്ഞ വാക്കിനെ വാസ്തവമാക്കി. ആര്? വാസ്തവമാക്കുക. ആര്? മഹ്മൂദ് വാസ്തവമാക്കി. വകാല, അപ്പോൾ മഹ്മൂദ് എന്നിട്ട് പറഞ്ഞു, ഞാൻ അതെ, ഇന്നഹു ഫന്നുൻ, തീർച്ചയായും അതൊരു വിദ്യയാണ്, ഒരു കലയാണ്. ഏത്? ഇങ്ങനെ ഈ മണ്ണിനെയും അല്ലെങ്കിൽ മറ്റു നാണയങ്ങളെയൊക്കെ സ്വർണത്തിന്റെ സ്വർണ്ണ നാണയങ്ങളാക്കി മാറ്റുക എന്നുള്ളത് ഇന്നഹു, അങ്ങനെയുള്ള ഒന്ന്, ഫന്നുൻ, അതൊരു കലയാകുന്നു എന്ന് മഹ്മൂദ് പറഞ്ഞു. വകാനന്നാസു, ജനങ്ങളായിരുന്നു, യാരിഫൂനാഹു, ആ ഫന്നിനെ അറിയുന്നവരായിരുന്നു. വകാനന്നാസു, ജനങ്ങളായിരുന്നു, യാരിഫൂനാഹു, ആ ഫന്നിനെ അറിയുന്നവരായിരുന്നു ജനങ്ങൾ. വലാകിൻ, പക്ഷേ, ഇൻകറദ ഉലമാഉ ഹാദൽ ഫന്നി, ജനങ്ങൾക്ക് അത്തരമൊരു വിദ്യ അറിയാമായിരുന്നു. വകാനന്നാസു യാരിഫൂന, അറിയുന്നവരായിരുന്നു എന്തിനെ? ഹു, ആ ഫന്നിനെ. ഇന്നഹു ഫന്നു എന്നാണല്ലോ, ഇങ്ങനെ മാറ്റിമറിക്കുക എന്നുള്ളത് ഒരു കലയാണ്, വിദ്യയാണെന്ന് മഹ്മൂദ് പറഞ്ഞു. അപ്പോ ഇങ്ങനെ മാറ്റിമറിക്കുക എന്നത് ഒരു ഫന്നാണ്. ഇങ്ങനെ ജനങ്ങൾക്ക് അത്തരം ഒരു ഫന്ന് ജനങ്ങൾ കരസ്ഥമാക്കിയിരുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? വലാകിൻ, പക്ഷേ ഇൻകറദ ഹാദൽ ഫന്നി, ഈ വിദ്യയുടെ ഉലമാക്കൾ, ഇൻകറദ എന്ന് പറഞ്ഞാല് കഴിഞ്ഞു പോവുക. മനസ്സിലായോ? വലാകിൻ, പക്ഷേ, ഈ ഫന്നിന്റെ പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിരിക്കുന്നു, നാമാവശേഷമായിരിക്കുന്നു. മനസ്സിലായോ? നാമാവശേഷമായിരിക്കുന്നു, പിന്നെ കഴിഞ്ഞു പോയിരിക്കുന്നു അർത്ഥം.
മനസ്സിലായോ? അപ്പൊ ഈ ഇത്തരം ഒരു ഫന്ന് ഉലമാക്കൾക്ക് പണ്ഡിതന്മാർ ജനങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഉലമാക്കൾ പണ്ഡിതന്മാർ ഇങ്ങനെയുള്ള ആ വിദ്യ കരസ്ഥമാക്കിയ പണ്ഡിതന്മാർ മറഞ്ഞു പോയി, നാമാവശേഷമായി പോയി, നാമമാത്രം അവശേഷിച്ചു. അഥവാ അവരൊക്കെ മറഞ്ഞു പോയി, മരിച്ചു പോയി, വഫാത്തായി പോയി എന്ന് ആര് പറഞ്ഞു? മഹ്മൂദ് പറഞ്ഞു. ചുരുട്ടപ്പെട്ടു. മനസ്സിലായോ? ചുരുട്ടപ്പെട്ടു, മടക്കി. മനസ്സിലായോ? ചുരുട്ടപ്പെട്ടു. ആ വിസാത്ത് വിരിപ്പ്. മനസ്സിലായോ? ആ വിരിപ്പ് മടക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? എന്ന് പറഞ്ഞാല് അങ്ങനെ അത് ആ ഇൽമിന്റെ ആൾക്കാരൊക്കെ എന്തായിട്ടുണ്ട്? മറഞ്ഞുപോയി, ആ വിരിപ്പ് മടക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ആ വിരിപ്പൊന്നും ആരും ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞാല് ആ രസതന്ത്ര കെമിസ്ട്രി ഒന്നും ഇപ്പം ആ അങ്ങനെയുള്ള മണ്ണിനെയൊക്കെ സ്വർണമാക്കി മാറ്റുന്ന പണ്ഡിതന്മാർ ഇന്നില്ല. ആ വിദ്യയൊക്കെ ഇപ്പൊ കൂട്ടിപ്പോയിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു? മഹ്മൂദ് പറഞ്ഞു. അങ്ങനെ അപ്പോ കുട്ടികൾ ദുഃഖിച്ചു. മനസ്സിലായോ? കുട്ടികൾ ദുഃഖിച്ചു. കുട്ടികൾ ദുഃഖിച്ചു. കസീറൻ അധികമായി ധാരാളം ദുഃഖിച്ചു. അവര് ദുഃഖിതരായി. മനസ്സിലായോ? അവര് ദുഃഖിതരായി. വഖാലു എന്നിട്ട് അവര് പറയുകയും ചെയ്തു, ലൗ വജദ്ന നമ്മൾ എത്തിക്കുകയാണെങ്കിൽ, നമ്മൾ എത്തിക്കുകയാണെങ്കിൽ, അഹദൻ ആരെങ്കിലും ഒരാളെ നമ്മൾ എത്തിക്കുകയാണെങ്കിൽ, എങ്ങനത്തെ ആള്? യഅരിഫു ഹാദിഹിൽ സ്വനാഅത്തി ഈ നിർമ്മാണത്തെ, ഈ കല അറിയുന്ന ആരെങ്കിലും ഒരാളെ നമ്മൾ എത്തിക്കുകയാണെങ്കിൽ, ലൗ വജദ്ന നമ്മൾ എത്തിക്കുകയാണെങ്കിൽ, ആരെ? അഹദൻ ഏതെങ്കിലും ഒരാളെ നമ്മൾ എത്തിക്കുകയാണെങ്കിൽ, എങ്ങനത്തെ ഒരാള്? യഅരിഫു ഹാദിഹി സ്വനാഅത്തി ഈ നിർമ്മാണം, ഈ കല അറിയുന്ന ഏതെങ്കിലും ഒരാളെ നമ്മൾ എത്തിക്കുകയാണെങ്കിൽ, തീർച്ചയായും നമ്മൾ കരസ്ഥമാക്കും ആ ഫന്നിനെ. മനസ്സിലായോ? ആ സ്വനാഅത്തിനെ നമ്മൾ കരസ്ഥമാക്കും. ആ നിർമ്മാണ ശാസ്ത്രത്തെ നമ്മൾ മനസ്സിലാക്കും, പഠിച്ചെടുക്കും. മിൻഹു അവനിൽ നിന്നും. ലൗ വജദ്ന നമ്മൾ എത്തിക്കുകയാണെങ്കിൽ, അഹദൻ ഏതെങ്കിലും ഒരാളെ നമ്മൾ എത്തിക്കുകയാണെങ്കിൽ, യഅരിഫു ഹാദിഹി സ്വനാഅത്തി ഈ നിർമ്മാണം, ഈ കരകൗശല വിദ്യ അറിയുന്ന, ഈ രസതന്ത്ര വിദ്യ അറിയുന്ന ഏതെങ്കിലും ഒരാളെ നമ്മൾ എത്തിക്കുകയാണെങ്കിൽ, തീർച്ചയായും നമ്മൾ പഠിച്ചെടുക്കും, ഹൃദ്യസ്ഥമാക്കും. ആ സ്വനാഅത്തിനെ നമ്മൾ പഠിച്ചെടുക്കും, ആ നിർമ്മാണത്തെ നമ്മൾ പഠിച്ചെടുക്കും. മിൻഹു അവനിൽ നിന്നും, ആ അഹദിൽ നിന്നും. വസിർന അങ്ങനെ നമ്മൾ ആയി. എന്ത്? ധനികരായി. മനസ്സിലായോ? വസിർന നമ്മൾ ആയി മാറി. എന്ത്? ആയി മാറുകയും ചെയ്യും. എന്ത്? ധനികന്മാരായി മാറും. ബിദൂനി ത്വാബി ഒരു ക്ഷീണവും കൂടാതെ, മശഖത്തി ഒരു പ്രയാസവും, ഒരു ക്ഷീണവും, ഒരു ബുദ്ധിമുട്ടൊന്നും കൂടാതെ നമ്മൾ എന്തായി മാറും? ധനാഢ്യരായി മാറുമെന്ന് ഒരുത്തൻ പറഞ്ഞു. അവര് പറഞ്ഞു. വകാന അബൂഹു അവന്റെ ബാപ്പയായിരുന്നു. മനസ്സിലായോ? വകാന അബൂഹു അവന്റെ ബാപ്പയായിരുന്നു. ഇസ്മായിലിന്റെ ബാപ്പയായിരുന്നു. ബിമസ്മഇൻ മിൻഹും. മസ്മഅ എന്ന് പറഞ്ഞാൽ കേൾവി, കേൾക്കുന്ന സ്ഥലം. മനസ്സിലായോ? അഥവാ ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞ് അത് കേൾക്കുന്ന ഒരു ദൂരം ഉണ്ടല്ലോ, ഇവരെ ഇപ്പൊ സംസ്ഥാനങ്ങളൊക്കെ കേൾക്കുന്ന ഒരു ദൂരത്തായിരുന്നു ആരുള്ളത്? അവന്റെ ഉപ്പയുള്ളത്, ഇസ്മായിലിന്റെ പിതാവുള്ളത്. മിൻഹും അവരിൽ നിന്നും ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന, ചെവിയെത്തുന്ന ദൂരത്തായിരുന്നു ആരുള്ളത്? അവന്റെ വന്യപിതാവ് ഉണ്ടായിരുന്നത്. ഫഖാല എന്നിട്ട് അദ്ദേഹത്തിന്റെ ഉപ്പ പറഞ്ഞു, ലാ തഅസ്സഫു നിങ്ങൾ ദുഃഖിക്കേണ്ട, യാ ഔലാദി എന്റെ കുട്ടികളെ നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഫഇന്നി തീർച്ചയായും ഞാൻ അരിഫു എനിക്ക് അറിയാം. ഫഇന്നി അരിഫു എനിക്ക് അറിയാം. അൽ കീമിയ ഈ രസതന്ത്രം എനിക്ക് അറിയാം. വഅൻതും നിങ്ങൾ അഅസ്സുന്നാസി
നിങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, സ്നേഹമുള്ളവരാണ്, ശ്രേഷ്ഠതയുള്ളവരാണ്. നിങ്ങൾ ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാണ് എന്റെ അടുക്കൽ. മനസ്സിലായോ? നിങ്ങൾ എന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളവരാണ്. മനസ്സിലായോ? ജനങ്ങളിൽ വെച്ച് മറ്റെല്ലാവരെക്കാളും നിങ്ങൾക്കാണ് നിങ്ങളോട് എനിക്കാണ് ഏറ്റവും പ്രിയമുള്ളത്. മനസ്സിലായോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാരാ? നിങ്ങളെയാണ് എന്ന് പറഞ്ഞു. ഞാൻ പഠിപ്പിച്ചു തരും, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും നാളെ. മനസ്സിലായോ? നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് മറ്റു ആളുകളെക്കാളും എനിക്ക് നിങ്ങളെയാണ് ഇഷ്ടമെന്ന് ആര് പറഞ്ഞു? അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും, നാളെ ഈ വിദ്യ ഞാൻ പഠിപ്പിച്ചു തരും എന്ന് അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരും, വാർത്ത അറിയിച്ചു തരും, ഈ കീമിയായിന്റെ നിർമ്മാണത്തെ കുറിച്ച്, വിദ്യയെ കുറിച്ച് ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്നും ആര് പറഞ്ഞു? തന്റെ പിതാവ് പറഞ്ഞു. അപ്പോ വിഷമിച്ചിരിക്കുന്ന കുട്ടികൾ തന്റെ ഇസ്മായിലിന്റെ പിതാവിന്റെ വാക്കു കേട്ട് കുട്ടികൾ സന്തോഷിച്ചു, കസീറൻ ധാരാളം. മനസ്സിലായോ? കുട്ടികൾ നല്ലവണ്ണം സന്തോഷിച്ചു. അവരിൽ നിന്നുള്ള ചിലർ നോക്കി ചിലരിലേക്ക്, ചിലര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? അവർ പരസ്പരം നോക്കി. വശത്താലേഹിം അവരുടെ മേൽ പ്രയാസമായി. പ്രഭാതത്തിലേക്ക്, മോർണിംഗിലേക്ക് കാത്തിരിക്കൽ. മനസ്സിലായോ? വശത്താലേഹിം അവരുടെ മേൽ പ്രയാസമായി മാറി. പ്രഭാതത്തിലേക്ക് നാളെ പറഞ്ഞു തരാന്നാ പറഞ്ഞത്. കാരണം ഇവരെന്താ ചെയ്യുന്നത്? രാത്രി ഈ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവരെ ടെൻഷനൊക്കെ കേട്ട് പിതാവ് ഇസ്മായിൽ പറഞ്ഞത്, ഇസ്മായിലിന്റെ പിതാവ് പറഞ്ഞു, എനിക്കറിയാം നിങ്ങളാണ് എന്റെ അടുക്കൽ ഏറ്റവും ആഴ്സ്, ഞാൻ നിങ്ങൾക്ക് നാളെ ഈ കഥ പറഞ്ഞു തരാം. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യണം? നാളെ എങ്ങനെയെങ്കിലും ഒന്ന് ആയി കിട്ടണം. മനസ്സിലായോ? ചിലപ്പോ ലീവിന്റെ ടൈമൊക്കെ ഇല്ലേ, ഉറങ്ങാതെ ചിലപ്പോ കിടന്നാൽ എന്താവില്ല, ഉറക്ക് വരില്ല. മനസ്സിലായോ? അപ്പോ ചിലപ്പോ രാത്രിയുടെ ദൈർഘ്യം പോലും എന്ത് ചെയ്യും? കൂടിപ്പോവും. മനസ്സിലായോ? അപ്പൊ നമ്മളുടെ സന്തോഷമുള്ള സമയം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോ ആ രാത്രി എന്തായിരിക്കും? സമയം എത്രയായാലും പോവില്ല. മനസ്സിലായോ? അങ്ങനെ വശക്കാലേഹിം അവരുടെ മേൽ പ്രയാസമായി മാറി. പ്രഭാതത്തിലേക്ക് കാത്തിരിക്കൽ അവരുടെ മേൽ പ്രയാസമായി മാറി. അവർക്ക് നീണ്ടു. മനസ്സിലായോ? അവർക്ക് നീണ്ടു അല്ലൈല രാത്രി. മനസ്സിലായോ? കാരണം എന്താ? അവർക്ക് ഓരോ സെക്കൻഡുകളും മണിക്കൂറുകൾ പോലെയാണ്. മനസ്സിലായോ? എത്രയായിട്ടും അത് കഴിഞ്ഞു പോകുന്നില്ല എന്ന് അവർക്ക് തോന്നി. വസ്തുതാലുലീല രാത്രി അവർക്ക് എന്തായി? വളരെ ദീർഘമുള്ളതായി. വലാകിൻ പക്ഷേ വാലിദുഹും അവരുടെ പിതാവ് കാലലഹും അവരോട് പറഞ്ഞു, ലാ യുംകിനു സാധ്യമല്ല. മനസ്സിലായോ? അപ്പോ ഇങ്ങനെ അവരുടെ പ്രയാസങ്ങളൊക്കെ കണ്ടപ്പോൾ അവരുടെ പിതാവ് പറഞ്ഞു, എന്ത്? ലാ യുംകിനു സാധ്യമല്ല, താലീമുൽ കീമിയായി ഈ കീമിയ പഠിക്കൽ സാധ്യമല്ല, ഇല്ലാ ഫിന്നഹാരി പ്രഭാതത്തിലല്ലാതെ, പകലിലല്ലാതെ ഈ കീമിയ കെമിസ്ട്രി പഠിക്കൽ എളുപ്പമല്ല എന്ന് ആര് പറഞ്ഞു? സാധ്യമല്ല എന്ന് പിതാവ് അവരോട് പറഞ്ഞു. വഖാലലഹും അവരോട് പറഞ്ഞു, ആ പിതാവ് പറഞ്ഞു, എന്ത്? ലാ യുംകിനു തഅലീമുൽ കീമിയ ഇല്ലാ ഫിന്നഹാരി പ്രഭാതത്തിലല്ലാതെ ഈ വിദ്യ പഠിക്കൽ സാധ്യമല്ല എന്ന് പിതാവ് അവരോട് പറഞ്ഞു. ഫഇന്ന ദാലിക തീർച്ചയായും അത് ഫന്നു ഒരു കലയാണ്, ദഖീഖുൻ നിഗൂഢമായ. മനസ്സിലായോ? നിഗൂഢമായ ഒരു ഫന്നാണ് എന്ന് അത് അവരോട് പിതാവ് പറഞ്ഞു. വനാമൽ ഔലാദു കുട്ടികൾ ഉറങ്ങി. വൻതബഹു അങ്ങനെ വൻതബഹു അവര് എഴുന്നേറ്റു. എഴുന്നേറ്റു. വൻതബഹു അവര് എഴുന്നേറ്റു. മുബക്കിരീന നേരത്തെ തന്നെ അവര് എഴുന്നേറ്റു. അപ്പൊ ലീവിന്റെ ടൈമൊക്കെ എന്ത് ചെയ്യും? ഉസ്താമാരെ വിളിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ചിലര് ഉണർന്നിരിക്കുന്നുണ്ടാവും. മനസ്സിലായോ? കാരണം അവർക്ക് ഉറക്കം കിട്ടൂല. ഉറങ്ങിയാൽ തന്നെ പെട്ടെന്ന് എഴുന്നേൽക്കും. നേരത്തെ തന്നെ അവർ എഴുന്നേറ്റു.
വലം യസൽ ഇസ്മാഈലു വമഹ്മൂദുൻ ഇസ്മാഈലും മഹ്മൂദുനായി യറയാനി കാണുന്നവരായി അൽ കീമിയ ഈ കീമിയായിനെ കെമിസ്ട്രിയെ കാണുന്നവരായി ഫിൽ മനാമി സ്വപ്നത്തിൽ. മനസ്സിലായോ? അപ്പോ ഇങ്ങനെ ഈ സ്വർണത്തെ അല്ല ഈ മണ്ണിനെയൊക്കെ ഒരു സ്വർണത്തിന്റെ കൂനകളാക്കി മാറ്റുന്നതായി ആരൊക്കെ സ്വപ്നം കണ്ടു? ഇസ്മായിലും മഹ്മൂദും ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. മനസ്സിലായോ? അപ്പോ ഇങ്ങനെ കീമിയായിനെ ആരൊക്കെ സ്വപ്നത്തിൽ കണ്ടു? ഇസ്മായിലും മഹ്മൂദും നാമ വലം യസൽ മഹ്മൂദ് വ ഇസ്മായിലും മഹ്മൂദും ആയിക്കൊണ്ടേയിരുന്നു യറയാനി അവർ കാണുന്നവരായിക്കൊണ്ടേയിരുന്നു അൽ കീമിയ ഈ മൺതരികളെ സ്വർണ്ണത്തരികളാക്കി മാറ്റുന്ന സ്വപ്നം കാണുന്നവരായിരുന്നു ഫിൽ മനാമി ഉറക്കത്തിൽ. ഹാഷിം കണ്ടു അന്നഹു തീർച്ചയായും അവൻ ഫീ ഖസ്രിൻ ഷാമിഹിൻ ഒരു ഉയർന്ന ഒരു കൊട്ടാരത്തിലാകുന്നു. മനസ്സിലായോ? ഷാമിഹ് എന്ന് പറഞ്ഞാൽ ഉയർന്ന അന്നഹു തീർച്ചയായും അവൻ ഹാഷിം ഫീ ഖസ്രിൻ ഷാമിഹിൻ ഒരു ഉയർന്ന നല്ല ആഡംബര സൗകര്യങ്ങളുള്ള എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയ കൊട്ടാരത്തിലായിരിക്കുന്നതായി ആര്? ഹാഷിം സ്വപ്നത്തിൽ കണ്ടു. നല്ല അന്തസ്സുള്ള വസ്ത്രത്തിലുമാണ്. മനസ്സിലായി? നല്ല വിലപിടിപ്പുള്ള വിലപിടിപ്പുള്ള അഭിമാനത്തോടെ ഉള്ള അഭിമാനം തോന്നിക്കുന്ന വസ്ത്രത്തിലായിരുന്നു ആരുള്ളത്? ഹാഷിം ഉള്ളത്. തീർച്ചയായും അവൻ നിർമ്മിച്ചിരിക്കുന്നു അൽ ഖസ്റ കൊട്ടാരത്തെ അവൻ നിർമ്മിച്ചിരിക്കുന്നു. വസ്ത്രത്തെ അവൻ നേടിയിരിക്കുന്നു. ഉണ്ടാക്കി വസ്ത്രത്തെ ബിൽ മാലി സമ്പത്ത് കൊണ്ട് നേടിയെടുത്തു. എങ്ങനത്തെ സമ്പത്ത്? അല്ലദീ ഹസലഹു ബിൽ കീമിയാഇ ഈ കീമിയാഇനാൽ അവനിക്ക് ലഭിച്ച മാലിൽ നിന്നും വസ്ത്രത്തെ അവൻ ഉണ്ടാക്കി. മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ കീമിയായിൽ നിന്ന് ധാരാളം മുതൽ കിട്ടി. ആ മുതലിൽ നിന്നും അവന് കൊട്ടാരവും വസ്ത്രങ്ങളൊക്കെ നേടിയെടുത്തു എന്ന് പറഞ്ഞു. ഹാഷിം ഉണ്ടാക്കിയ ലിബാസ വസ്ത്രത്തെ ഉണ്ടാക്കി ബിൽ മാലി തന്റെ സമ്പത്ത് കൊണ്ട്. എങ്ങനത്തെ സമ്പത്ത്? അല്ലതി എങ്ങനത്തെ സമ്പത്ത്? അസ്വലലഹു അവനിക്ക് കരസ്ഥമാക്കിയിരിക്കുന്നു ബിൽ കീമിയായി ഈ മൺതരികളെ സ്വർണ്ണത്തരികളാക്കി മാറ്റിയ മുതലിൽ നിന്നും അവന് വസ്ത്രത്തെ അവന് വാങ്ങിയിരിക്കുന്നു. വസല്ലു സുബ്ഹ അവര് സുബ്ഹ് നിസ്കരിച്ചു. വജലസു അവർ ഇരുന്നു. ഹൗലാ ബിഹിം അവരുടെ പിതാവിന്റെ ചുറ്റും അവർ ഇരുന്നു. വയന്തദിറൂന അവര് കാത്തിരിക്കുന്നു. ഫറാഹു മിൻ തിലാവത്തിൽ ഖുർആൻ ഫറാഹു ആരുടെ? വിരാമം. മനസ്സിലായോ? വിരാമത്തെ കാത്തിരിക്കുന്നു. അവര് കാത്തിരിക്കുന്നു. ഫറാഹു അദ്ദേഹത്തിന്റെ വിരാമം. എന്തിൽ നിന്നുള്ള? മിൻ തിലാവത്തിൽ ഖുർആൻ ഖുർആൻ പാരായണത്തിൽ നിന്നും അവരുടെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ വിരാമം. ഖുർആൻ പാരായണം ഒന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടി അവര് ഈ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അവരുടെ പിതാവ് എന്ത് ചെയ്തു? പൂർത്തിയാക്കി ഹിസ്ബഹു തന്റെ ഭാഗം. മനസ്സിലായോ? ഓരോ ദിവസവും ഓതുന്ന ഭാഗം എന്ത് ചെയ്തു? അദ്ദേഹം പൂർത്തിയാക്കി. എന്നിട്ട് ആ പിതാവ് പറഞ്ഞു, ഹലുമുയ അബിനായി മക്കളെ, എന്റെ മക്കളെ ഒന്ന് കടന്നു വരൂ, എന്റെ അടുത്തേക്ക് വരൂ. മക്കൾ പുറപ്പെട്ടു. പിതാവിനോടൊപ്പം മക്കള് പുറപ്പെട്ടു. അവരെ വേഗത്തിലാക്കിയിരിക്കുന്നു, ധൃതിയിലാക്കിയിരിക്കുന്നു. ആഴ്ചര എന്ന് പറഞ്ഞാല് ധൃതിയിലാക്കിയിരിക്കുന്നു. ആരെ? അവരെ ധൃതിയിലാക്കിയിരിക്കുന്നു. എന്ത്? അൽ ഇസ്തിയാഖു തീവ്രമായ ആഗ്രഹം. മനസ്സിലായോ? ഇസ്തിയാഖു അവരുടെ ഈ തീവ്രമായ ആഗ്രഹം അവരെ എന്താക്കിയിരിക്കുന്നു? വേഗത്തിലാക്കിയിരിക്കുന്നു. ഇലൽ കീമിയായി ഈ കീമിയായിലേക്ക് ഉള്ള അവരുടെ അതിയായ ആഗ്രഹം അവരെ വേഗത്തിലാക്കിയിരിക്കുന്നു. നോമ്പ് തുറപ്പിക്കലിനേക്കാളും. മനസ്സിലായോ? അപ്പൊ ഒരാളെ നോമ്പ് തുറപ്പിക്കലിനേക്കാളും അവർക്ക് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? കീമിയാവ് പഠിക്കുക. മനസ്സിലായോ? അതാണ് അവരെ ഏറ്റവും കൂടുതൽ ധൃതിയിലാക്കിയിരിക്കുന്നത്. മനസ്സിലായോ?
അപ്പൊ ഈ പുറപ്പെട്ട ടീമിനുള്ള കുട്ടികൾക്കുള്ള പ്രധാന ഉദ്ദേശം എന്താ? ഈ കീമിയായി പഠിപ്പിക്കുക. അല്ലാതെ നോമ്പ് തുറക്കുക എന്നുള്ളൊരു വലിയ നോമ്പ് മറ്റുള്ള നോമ്പ് അഫ്തറ യുഫത്തിറു, മനസ്സിലായോ? അഫ്തറ യുഫത്തിറു, അഫ്തറ യുഫ്തിറു, മനസ്സിലായോ? അഫ്തറ യുഫ്തിറു എന്ന് പറഞ്ഞാല് നോമ്പ് തുറപ്പിക്കുക, നോമ്പ് മുറിപ്പിക്കുക. അപ്പോ അവരെ ധൃതിയിലാക്കിയിരിക്കുന്നു. എന്താണ് അവരെ ധൃതിയിലാക്കിയത്? ഈ കീമിയാവ് പഠിക്കുക എന്ന ഈ ആഗ്രഹം അവരെ എന്താക്കിയിരിക്കുന്നു? പെട്ടെന്ന് മുളരിപ്പിച്ചിരിക്കുന്നു, ധൃതിയിലാക്കിയിരിക്കുന്നു. എന്തിനേക്കാളും അവരെ നോമ്പ് തുറപ്പിക്കുക, അവര് നോമ്പ് തുറപ്പിക്കലിനേക്കാളും അവരെ ധൃതിയിലാക്കിയ കാര്യം എന്താ? ഈ കീമിയാവ് പഠിക്കുക എന്ന സാധനം മാത്രമാണ്. മനസ്സിലായോ? ഇവിടെ നോമ്പ് ഉറപ്പിക്കാനുള്ള ഉദ്ദേശിക്കുന്നത് നോമ്പ് ഒരാളെ മറ്റുള്ള ആളെ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. പക്ഷെ ഇവരുടെ അടുക്കൽ ഇപ്പോൾ ശ്രേഷ്ഠമായ കാര്യം എന്താ? ഈ കീമിയാവ് പഠിക്കുക എന്നതാണ്. മനസ്സിലായോ? അങ്ങനെ തന്റെ പിതാവ് മക്കളെയും കൊണ്ട് കീമിയാവ് പഠിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.